മറ്റ് കലാകാരന്മാർക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഈ എളിയ കലാകാരനും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുന്നിലേക്ക് മലയാള സിനിമയിലെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഇന്നസെൻറ്റിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു വൺ മാൻ ഷോയിലൂടെ. ഇന്നസെൻറ്റിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലേക്കാണ്. അതിലെ താക്കോല് മറന്നു വെച്ചുകൊണ്ട് അതെടുക്കാൻ പോയിട്ട് പേടിക്കുന്ന ഇന്നസെൻറ്റിൻ്റെ ആ ശബ്ദമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. രാഘവോ, മാടമ്പിള്ളിയില് യക്ഷിയുണ്ട്, പ്രേതണ്ടെന്നൊക്കെ നാട്ടുകാര് പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു. എന്നിട്ടിപ്പോ രാഘവോ 4 വലി അങ്ങ് വലിക്കുക, അത്രല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. രാഘവോ, രാഘവോ, നീ ഒളിച്ചെന്നാണോ പെയിന്റ് രാഘവ? താങ്ക് യു. അടുത്തതായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മീശമാധവൻ എന്ന ചിത്രത്തിലെ കൊച്ചിൻ ഹനീഫയുടെ പിടലി എന്ന കഥാപാത്രമാണ്. ജഗതിയെ ദിലീപൊക്കെ കൂടി കണി കാണിച്ചതിന് ശേഷം കൊച്ചിൻ ഹനീഫ ജഗതിയുടെ അടുത്ത് പോയിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ ശബ്ദം, മീശമാധവൻ എന്ന ചിത്രത്തിലെ പിടലി. പിള്ളേച്ച, ഇന്നലെ പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞു കേട്ടല്ല. എന്നെ പിന്നെ ചന്തിന്ന് പറയണ്ട, കുണ്ടിന്ന് പറഞ്ഞാ മതി. എന്റെ പൊന്ന്, എന്റെ അച്ഛന്റെ കണ്ണിൽ 2 ഇറുക്കിൽ വെച്ചിരുന്നെങ്കിൽ. അല്ലാതെ മനസ്സിലായില്ല. എന്താണ് പന്നി, നിന്റെ ആസനത്തിൽ നിന്ന് കയറിയ കുത്തി മറച്ചുകളെ പന്നി പെടപ്പിക്കല, നീ കീറി കാണാൻ ചോദിച്ചു ചത്ത്. അത് പഴയ മോഡലാണ്, എന്റെ ശക്കിലെ പെറ്റ് പോട്ടെ. അപ്പോ എന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരള രാഷ്ട്രീയത്തിലെ കിങ്ങിണിക്കുട്ടനായൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ലീഡർ ജിയുടെ മകൻ ചുരളീധരൻ എന്നറിയപ്പെടുന്ന മുരളീധരൻ്റെ ശബ്ദമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കാം. അച്ഛൻ പറയുന്ന പാർട്ടി തരങ്ങളോട് ഒട്ടും യോജിച്ച് നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഈ DIC എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു അധികാരമോഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആരും വരണമെന്നില്ല. അത് ഞാനും എൻ്റെ അച്ഛനുണ്ട്. അപ്പം ഇവിടെ കയറി വന്ന് ഒരു സീറ്റ് തരപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഒരു MP ഒരു MLA ആവാന്നുള്ള കരുതലായിരിക്കും വേണ്ട. എല്ലാവരും പറയുന്നു എൻ്റെ അച്ഛൻ മക്കളെ വളർത്തിയെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മക്കളെ വളർത്തല്ലാതെ അച്ഛന്മാർ തല്ലിക്കൊല്ലാറുണ്ടോ? തല്ലിക്കൊല്ലാറില്ല. പക്ഷേ എൻ്റെ ഗതി ഇതായിപ്പോയി. അല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പം ഞാൻ അലിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ്റെ ശക്തമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പത്മശ്രീ നിരസിച്ച സുകുമാർ അഴീക്കോട് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തി. ഇതാ ഈ പത്മശ്രീ എന്ന് പറയുന്ന പോലത്തെ ചില പരിപാടികളും കാര്യങ്ങളുമൊക്കെ എൻ്റെ ഇതിൽ മാത്രം കൊണ്ടുവരുന്നൊരു കേസല്ല. പലരും പറയുന്നു, ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നു ഞാനൊരു ഭ്രാന്തനാണെന്ന്. ഈ ഭ്രാന്തൻ പല സമയത്തും പല സ്വഭാവങ്ങൾ കാണിക്കും. ഈ ഷക്കീലയുടെ ഈ ചിത്രങ്ങളുടെ പിന്നാലെ പോകാൻ യുവാക്കളും ഈ വൃദ്ധന്മാരും ഒക്കെ ഒറ്റക്കെട്ട. ഈ എൻ്റെ ഒരു പ്രസംഗം ഒരു 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 ഇത് കേൾക്കുവാനായി ഒരാൾ പോലുമില്ല. ഈ പത്മശ്രീ ഈ പത്മഭൂഷണും അല്ലല്ലോ ഇവിടെ കാര്യം. ഭരിക്കുന്നവർ ഇവിടെ ഒരു കപട പിശാചിനെ പോലെ ഇവിടെ വിരാജിക്കുമ്പോൾ നമുക്കൊക്കെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? താങ്ക് യു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിലേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ പട്ടികളുടെ, ഞാനേ
ഒരു പട്ടിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, അതും കൂടി നമുക്കറിയാം. അപ്പോൾ ആ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ വെറുതെ ഇരിക്കുകയായിരിക്കും പട്ടികൾ. അപ്പോൾ വെറുതെ ആ പട്ടിക്ക് കുരയ്ക്കാൻ തോന്നും, വെറുതെ ഒരാവശ്യമില്ല ആ സമയത്ത് കുരയ്ക്കേണ്ടത്. ആ നേരത്തുള്ള പട്ടിയുടെ കുര നമുക്ക് നോക്കാം. വെറുതെ കുരയ്ക്കുന്ന പട്ടി, ഒരാവശ്യമില്ലാതെ കുരയ്ക്കുന്ന പട്ടി നമുക്ക് നോക്കാം. ഈ പട്ടിയെ തന്നെ കുറെ നേരം കെട്ടിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം അങ്ങോട്ട് മാറും, കുരയ്ക്ക് പ്രത്യേക. അപ്പൊ ഈ പട്ടി തന്നെ കുറെ നേരം ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേറെ കുരയായിരിക്കും. ആ കുര എങ്ങനെയാന്ന് നോക്കാം. ഇത്ര നേരം കുരയ്ക്കുമ്പോൾ ഈ പട്ടിക്ക് തോന്നും ഒരു ക്ഷീണം വന്ന് ഒരു കോട്ടുവായ വന്നാലോ. ഈ പട്ടിയുടെ ക്ഷീണം വന്നുള്ള കോട്ടുവായ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പട്ടിയുടെ കോട്ടുവായ, നമ്മളെല്ലാവരും കോട്ടുവായ ഇടാറുണ്ട്. പട്ടിയുടെ കോട്ടുവായ നമ്മൾ കണ്ടു കാണില്ല. നമുക്ക് ശ്രദ്ധിക്കാം പട്ടിയുടെ കോട്ടുവായ എങ്ങനെയാണ്. ഈ വാലൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു ആട്ടക്കാട്ടി കൈയൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ച് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇനി വളരെ ചിലപ്പോൾ നമ്മൾ ഈ ടൗണിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. എന്നാലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് വീട്ടിലൊക്കെ ചെല്ലും പറയാൻ പറ്റും. അങ്ങ് അകലേന്ന് സെക്കൻഡ് ഷോ സിനിമയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചില പട്ടികളുടെ കുര കേൾക്കാറുണ്ട്. ആ കുര നമുക്ക് നോക്കാം. വളരെ അകലേന്ന് നൈസായിരിക്കും, ശ്രദ്ധിക്കാം. താങ്ക് യു.